ടെറാക്കോട്ട ക്ലേ പഠിച്ച സ്ഥിതിക്ക് സെറാമിക് ക്ലേയും കൂടെ ഒന്ന് പഠിക്കണമല്ലോ. അതാണല്ലോ എൻ്റെ ഒരു ശരി. അങ്ങനെ ഞാൻ കോഴിക്കോടേക്ക് വീണ്ടും യാത്ര തിരിച്ചു. രാവിലെ തിരിച്ച് ഒരു 10 മണിക്കത്തേക്ക് ചെല്ലുന്നവരാണ്. ഇത് ഇച്ചിരി നേരത്തെ തുടങ്ങുക. 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഒന്ന് കഴിച്ചൊന്ന് ഫ്രഷ്നപ്പായി റെഡി ആകണമല്ലോ. സോ കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു 10 മണി അടുപ്പിച്ച് ഞാനങ്ങ് എത്തി. ഡിസൈൻ ആശ്രമത്തിൽ ചെന്ന് ബെഡ് അലോട്ട് ചെയ്തെടുത്തുകൊണ്ട് ലഗേജും വെച്ച് ഒന്ന് ഫ്രഷ്നപ്പായി ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കത്തേക്ക് ക്ലാസ്സിന് വേണ്ടി റെഡിയായി ഞങ്ങളെല്ലാവരും വന്ന് കയറി. ടെറാക്കോട്ട ക്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അനാവശ്യമായൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലേ കൈ കിട്ടിയപ്പം അനാവശ്യമായ ധൈര്യമാണ് എന്നെനിക്ക് വളരെ വ്യക്തമായി വന്നു. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഷേപ്പ് ചെയ്താൽ അതുപോലെ പെട്ടെന്ന് അങ്ങ് വരും. ടെറാക്കോട്ട ക്ലേയെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം നമ്മൾ പിടിച്ച് വെച്ചാൽ ചിലപ്പം ഞാനൊരു ഷേപ്പ് ഉദ്ദേശിച്ച് പിടിച്ച് വെക്കും, ബലം ഇല്ലാത്തതുകൊണ്ട് ഇത് തൂങ്ങിപ്പോവും. അതെനിക്കൊരു പ്രശ്നമായിരുന്നു. അത് മാത്രമേ എനിക്കത് ഇച്ചിരി എന്താ പറയുക വ്യത്യാസം എന്ന് പറയാൻ ഏറ്റവും തോന്നിയത് അതാണ്. ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കുന്നവർ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. മറ്റേതാണെന്ന് വെച്ചാൽ നമുക്ക് റഫായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഞാൻ മോഡൽ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു ഷേപ്പ് ഇതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ബലമില്ലായ്മ കൊണ്ടാണോ എൻ്റെ മോഡലിങ്ങിൻ്റെ ഗുണം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ സാധനം കറക്റ്റായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഇരിക്കുന്നില്ലായിരുന്നു. പഴയ പോലെ ഞാൻ ആ സ്റ്റാമ്പുകൾ ഉപയോഗിച്ച് കുറച്ച് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിനെ ജോയിൻ ചെയ്തെടുത്ത് കപ്പിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പോഴും നമ്മുടെ മറ്റേ പ്രശ്നമുണ്ടല്ലോ, ഈ തൂങ്ങി പോകുന്ന പരിപാടി. അത് ഒഴിവാക്കാൻ വേണ്ടി അതിനകത്തെ വെള്ളം കുറച്ച് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയാണ് ഹോട്ട് എയർ അടിച്ചത്. പിന്നെ ആ ഹോട്ട് എയർ അടിക്കുന്നതിനെ ഉണ്ടാകുന്ന വിണ്ട് കീറലുണ്ട്. ഈ വിണ്ട് കീറൽ ലെവലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഇട്ടൊന്ന് തൂത്ത് മിനുക്കി ഈ പറഞ്ഞ ക്രാക്കുകളൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. സോ ഇത്തവണ ഞാനൊരു പൂ വെച്ചു. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് എഴുതി. ആ എഴുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ഒരു സൈഡ് ഭയങ്കരമായിട്ട് ബ്ലാങ്കായിട്ട് കിടന്നുകൊണ്ട് കോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ച് പൂക്കളുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ബാസിത്ത് ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ടൈം എടുത്ത് ഓരോ മെത്തേഡും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തൊട്ട് തുടങ്ങണമെങ്കിൽ ആദ്യം തൊട്ട് തുടങ്ങി 2 പ്രാവശ്യം ഒക്കെ വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആൾ എത്ര ടൈം എടുത്താലും വളരെ പേഷ്യൻ്റായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുമായിരുന്നു. അപ്പം മോഡലിംഗ് കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം പണ്ട് റോസാപ്പൂ വരയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡുണ്ട്. അത് വെച്ചൊന്ന് മോഡൽ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒരു എക്സ്പീരിയൻസ് നടത്തിയ ഒരു റോസാപ്പൂ ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ കോയിലിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചുമ്മാ ഒരു ഐഡിയ തോന്നിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇമാജിൻ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഐഡിയ കിട്ടിയെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഇത് ആക്ച്വലി ചെയ്ത് വന്നപ്പം ചില പാടുപെട്ടു. നെക്സ്റ്റ് മെത്തേഡ് ഈസ് കോൾഡ് സ്ലാബ് മെത്തേഡ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക കുഴി കുറഞ്ഞ പാത്രങ്ങളില്ലേ, ആ ടൈപ്പ് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോൾഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആ ടൈപ്പ് വെസൽസൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇതിൽ വലിയ ഡെക്കറേഷൻ ഞാൻ പോയില്ല, കാരണം അത്രയ്ക്ക് വലിയ കലാവാസന എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇനി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊരു പാത്രത്തിൻ്റെ പോലൊക്കെ ആക്കി എടുത്ത് എക്സസ് വന്ന ഭാഗങ്ങളൊക്കെ മാറ്റിയെടുത്ത് അതിനെയൊക്കെ ഒന്ന് ഡ്രൈ എയർ അടിച്ചൊന്ന് കട്ടിയാക്കി എടുത്തിട്ട് അതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്ന് പറയുന്നത് ഈ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ടൈപ്പ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് കപ്പ് ഉണ്ടാക്കി വെച്ചു, സെക്കൻഡ് നമ്മൾ മോഡലുണ്ടാക്കി അത് ആഡ് ചെയ്യാൻ മറ്റേ പ്ലേറ്റ് ടൈപ്പ് മേക്ക് ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ സമയത്തേക്ക് നമ്മുടെ കപ്പ് ഒരുമാതിരി കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി. സോ ആ ഒരു സമയത്താണ്
നമ്മൾ എല്ലാത്തിനും ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറാമിക് ബേക്ക് ചെയ്യുന്നത്. ഈ സെറാമിക് എല്ലാത്തിനും നമ്മൾ ബേക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. ഇതാണ് ഞാൻ മോഡൽ ചെയ്തത്. ആ റോസിന് ചുറ്റും റോസിനെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നാഗത്തിനെയും കൊണ്ട് ഞാൻ സ്ഥാപിച്ചു. എനിവേ വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉദ്ദേശിച്ചതുപോലൊക്കെ തന്നെ കിട്ടിയ സാധനം. സോ ഇതാണ് എൻ്റെ സെറ്റ് ഓഫ് വർക്കുകൾ. ഞാൻ പെയിൻ്റ് അടിച്ച സമയത്ത് ഞാൻ വെച്ച ഹാർട്ടും പൂവും ഒക്കെ ചെറുതായിട്ട് ഇളകിപ്പോയി. എനിവേ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫുൾ വർക്ക്. വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഈ ലീഫില്ലേ ആ ടൈപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഒരു എക്സോസ്റ്റിംഗ് ഡേക്ക് ശേഷം പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും ബാഗ് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെടുത്ത് പോരുന്നു. അപ്പോൾ hope you all enjoyed today's video. See you in the next video. Bye.